ഹായ് ഹലോ ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലുഗാനോ തടാകത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഓപ്പൺ എയർ മിനിയേച്ചർ പാർക്കായ സിസ് മിനിയേച്ചറിനെ പറ്റിയാണ്. സ്വിറ്റ്സർലൻഡിലെ ഇറ്റാലിയൻ സംസാരിക്കുന്ന പ്രദേശമായ ലുഗാനോയ്ക്ക് സമീപമുള്ള മെല്ലിഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സവിശേഷമായ ആകർഷണമാണ് സിസ് മിനിയേച്ചറുകൾ. ഇവിടെ 1:25 സ്കെയിലിൽ 120-ലധികം മോഡലുകളുണ്ട്. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. സ്വിറ്റ്സർലൻഡിൽ ഏതാണ്ട് 127 പരം വൈവിധ്യമാർന്ന മിനിയേച്ചറുകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓരോ സ്ഥലത്തെയും ആകർഷണങ്ങൾ വ്യത്യസ്തമാണ്. ഐക്കണിക് കെട്ടിടങ്ങൾ മുതൽ മനോഹരമായ വിസ്റ്റകൾ വരെ ഈ മിനിയേച്ചറുകൾ സ്വിറ്റ്സർലൻഡിൻ്റെ വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രത്തിൻ്റെയും ചരിത്രപരമായ ലാൻഡ്മാർക്കുകളുടെയും സത്ത പകർത്തുന്നു. ഇവിടെ പ്രവേശന ഫീസുണ്ട്. വലിയവർക്ക് ഈ 2100 രൂപ, 21 സ്വിസ് ഫ്രാങ്കും, 6 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെയുള്ളവർക്ക് 14 സ്വിസ് ഫ്രാങ്കുമാണ്, 1500 രൂപ. ഞങ്ങൾക്ക് സ്വിസ് പാസ് ഉണ്ടായിരുന്നതുകൊണ്ട് 30% ഡിസ്കൗണ്ട് കിട്ടി. ഗ്രൂപ്പിന് ഡിസ്കൗണ്ട് ഉണ്ട്. ഇപ്പം നമ്മൾ കണ്ടത് LAC ലുഗാനോ ആർട്ട് കൾട്ടൂറ എന്ന വിഷ്വൽ ആർട്സ്, സംഗീതം, പ്രകടന കലകൾ എന്നിവയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന പുതിയ ആർട്ട് സെൻ്ററാണ് അവിടുത്തെ. ഇപ്പം നമ്മൾ കാണുന്ന മിലാൻ കത്തീഡ്രലിൻ്റെ, ഇറ്റലിയിലെ മിലാൻ കത്തീഡ്രലിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഇതാണ്. ഇത് സെൻറ്റ് മേരിയുടെ നേറ്റിവിറ്റിക്കായി സമർപ്പിച്ചിരിക്കുന്ന മിലാനിലെ കത്തീഡ്രൽ പള്ളിയാണ്. മിലാനിലെ ആർച്ച് ബിഷപ്പിൻ്റെ ഇരിപ്പിടമായി ഇത് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ബാസലാണ്. സ്വിറ്റ്സർലൻഡിലെ ഏക തുറമുഖമായ ബാസലാണ്. സ്വിറ്റ്സർലൻഡിന് കടൽ തീരമില്ല. റൈൻ നദിയുടെ തീരത്തുള്ള ബാസലാണ് ഏക തുറമുഖം. ഇവിടുന്ന് ബാർജുകൾ വഴി കണ്ടെയ്നേഴ്സ് കൊണ്ടുവരികയും ചെയ്യുന്നു. ഗ്രോട്ടീനോ, പിനിൻ, സാൻഡ്വിച്ചുകൾ, ഫ്രൈകൾ, നങ്കറുകൾ, മിനി പിസ്സകൾ എന്നിവയും കുട്ടികൾക്കുള്ള സമ്മാനക്കടയും കളിസ്ഥലങ്ങളും ഇവിടെയുണ്ട്. 18 ട്രെയിനുകളുള്ള 3560 മീറ്റർ നീളമുള്ള ഒരു മോഡൽ റെയിൽവേ ഈ പാർക്കിലൂടെ കടന്നു പോകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രെയിനുകൾ തലങ്ങി മെലങ്ങി ഓടുന്നുണ്ട്. അടുത്ത നമ്മൾ കുട്ടികൾക്കുള്ള കളിസ്ഥലമാണ്. അപ്പോൾ ഇത് വെള്ളത്തിനകത്താണ് ഇതിട്ടിരിക്കുന്നത്. പിള്ളേർക്ക് അതിനകത്ത് കയറിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് കളിക്കാം വെള്ളത്തിനകത്ത്. അടുത്ത് കുട്ടികൾക്കുള്ള കളിക്കോപ്പുകളാണ്. വൈവിധ്യമാർന്ന കളിക്കോപ്പുകളുണ്ട്. ഗുഡ്സ് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നു. അല്ലാതെ ആൾക്കാർ കയറുന്ന ട്രെയിനുമുണ്ട്. ഇത് 500 വർഷം പഴക്കമുള്ള ബർഗ്ഡോർഫ് കോട്ടയാണ്. ഇതൊരു സ്വിസ് റെയിൽവേ സ്റ്റേഷനാണ് നമ്മളീ കാണുന്നത്. ഒരു സ്വിസ് തടാകമാണ്. നമ്മളീ കാണുന്നത് വാമാർക്കസ് കോട്ടയാണ്. ഷോപ്പിംഗ് കേന്ദ്രത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ഒരു മധ്യകാല കോട്ടയാണ്. ഇത് വെൻഡൻബർഗ് കോട്ടയാണ്. സ്വിറ്റ്സർലൻഡിലെ സെൻറ്റ് ഗാനൽ കന്റോണിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൊളംബിയൻ കോട്ടയാണ് ഈ കാണുന്നത്. 10-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു മധ്യകാല കോട്ടയാണ്. സ്വിറ്റ്സർലൻഡിലെ കാൻഡണിൽ സ്ഥിതി ചെയ്യുന്നു. സെൻറ്റ് പിയറി കത്തീഡ്രലാണ് നമ്മളീ കാണുന്നത്. ജനുവയിലെ പരിഷ്കരിച്ച പ്രൊട്ടസ്റ്റന്റ് ചർച്ചിൻ്റെ പ്രധാന പള്ളിയാണ്. ഈ കാണുന്നത് ലേലോക്ലിൻ്റെ ടൗൺ ഹാളാണ്. ന്യൂ ചാപ്റ്റലിൻ്റെ കന്റോണിൽ സ്ഥിതി ചെയ്യുന്നു. 1917 ആർക്കിടെക്ട് ചാൾസ് ഗുണ്ടർട്ട് രൂപകൽപ്പന ചെയ്തു.
നമ്മൾ കാണുന്നത് 12-ാം നൂറ്റാണ്ട് മുതൽ കോട്ടയും കൊളിജിയേറ്റ് ചർച്ചും അടുത്തടുത്തായി നിലനിൽക്കുന്നു. ഇതൊരു പാറക്കെട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഐക്കണിക് കൂട്ടമാണ്. സ്വിറ്റ്സർലൻഡ് അതിൻ്റെ ആകർഷകമായ പട്ടണങ്ങൾക്കും ഗ്രാമങ്ങൾക്കും പേരുകേട്ടതാണ്. സ്വിസ് മിനിയേച്ചേഴ്സ് ഇവയെ ചെറിയ രൂപത്തിൽ ജീവസുറ്റതാക്കുന്നതിൽ അസാധാരണമായ ഒരു ജോലി ചെയ്യുന്നു. മാറ്റർഹോണിൻ്റെ ചുവട്ടിൽ സ്ഥിതി ചെയ്യുന്ന സർമാറ്റ് എന്ന മാതൃകാ ഗ്രാമത്തിലൂടെ ഒന്ന് നടക്കുക. സർമാറ്റിൻ്റെ അതിമനോഹരമായ ഒരു ലക്ഷ്യസ്ഥാനമാക്കി മാറ്റാവുന്ന വിചിത്രമായ ചാലറ്റുകളും വളഞ്ഞ തെരുവുകളും ഇവിടെ കാണാം. അതിമനോഹരമായ തടാകങ്ങളും പർവ്വതങ്ങളുടെ മനോഹരമായ പശ്ചാത്തലമുള്ള ഇൻ്റർലാക്കൺ ശേഖരത്തിലെ മറ്റൊരു രക്തമാണ്. സാഹസിക വിനോദങ്ങൾക്കും പ്രകൃതി സൗന്ദര്യത്തിനും പേരുകേട്ട ഈ ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ സത്ത ഉൾക്കൊള്ളുന്നതാണ് മിനിയേച്ചർ മോഡൽ. വാർഷിക ജാസ് ഫെസ്റ്റിവലിനും മനോഹരമായ തടാകതീര ലൊക്കേഷനും പേരുകേട്ട മോൺട്രൂക്സും മിനിയേച്ചർ ശേഖരത്തിൽ പ്രതിനിധീകരിക്കുന്നു. മോഡൽ തടാകക്കരയിലെ പ്രൊമനേഡും ഊർജ്ജസ്വലമായ വാസ്തുവിദ്യയും പ്രദർശിപ്പിക്കുന്നു. ഇത് സന്ദർശകർക്ക് മോൺട്രിയാക്സിനെ പ്രിയപ്പെട്ടതാക്കുന്നു. മിനിയേച്ചറുകൾ സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും പ്രശസ്തമായ കാഴ്ചകളിലൂടെ ആകർഷകമായ ഒരു യാത്ര വാഗ്ദാനം ചെയ്യുന്നു. ഒരിടത്ത് രാജ്യത്തിൻ്റെ സമ്പന്നമായ ചരിത്രം, വൈവിധ്യമാർന്ന പ്രകൃതി ദൃശ്യങ്ങൾ, ഊർജ്ജസ്വലമായ സംസ്കാരം എന്നിവയുടെ തെളിവാണിത്. നിങ്ങൾ സ്വിറ്റ്സർലൻഡിലേക്ക് ഒരു യാത്ര ആസൂത്രണം ചെയ്യുകയാണെങ്കിലോ ദൂരെ നിന്ന് അതിൻ്റെ അത്ഭുതങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിലോ ഈ മിനിയേച്ചർ ലോകം സവിശേഷവും ആനന്ദകരമായ ഒരു കാഴ്ചപ്പാട് നൽകുന്നു. സിറ്റഡ് ലാഗ് സ്വിറ്റ്സർലൻഡിലെ ബേണിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ മധ്യകാല ക്ലോക്ക് ടവറാണ്. റിംഗ് സ്ക്വയർ സ്വിറ്റ്സർലൻഡിലെ ബേൺ കാൻറ്റണിലെ ബിയയിലെ പഴയ പട്ടണത്തിൻ്റെ മധ്യ പ്രദേശമാണ് ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ലെൻസ്ബർഗ് കോട്ട സ്വിറ്റ്സർലൻഡിലെ ആർഗൌവിലെ കാൻറ്റണിൽ ലെൻസ്ബർഗിൻ്റെ പഴയ ഭാഗത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു. നമ്മളൊരു കളിക്കളം കാണാം. ഒരു ഗുഡ്സ് ട്രെയിനോടെ കിടപ്പുണ്ട്. ഈ കാണുന്നതാണ് സ്വിസ് പാർലമെൻറ്റ് മന്ദിരം. ഇത് ബേണിൽ, സ്വിസിൻ്റെ തലസ്ഥാനമായ ബേണിലാണ് ഈ പാർലമെൻറ്റ് മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു ഫുട്ബോൾ കോർട്ടും അതുപോലെ തന്നെ ഒരു പാലത്തിൻ്റെ ഒരു ചെറിയ മിനിയേച്ചറും കാണാം. ലെല്ലമോണ്ടിലെ ടൗൺ ഹാള് സ്വിസ് കന്റോനായ ജൂറോയുടെ തലസ്ഥാനത്തെ ശ്രദ്ധേയമായ ഒരു കെട്ടിടമാണിത്. അത് ബേൺ കത്തീഡ്രലാണ്. ബേണിലുള്ള കത്തീഡ്രലാണ്. ഇപ്പം കണ്ട റെഡ്മൗണ്ട് പിയർ കോട്ടയാണ് മുമ്പേ കണ്ടത്. പിയാസ ഗ്രാൻഡയാണിത്. ഇറ്റലിയിലെ അരൈസോയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ഒരു ചത്വരമാണിത്. നിയോൺ കാസിലാണിത്. സ്വിറ്റ്സർലൻഡിലെ കാൻറ്റൺ ഓഫ് ഓഡിൻ്റെ നിയോൺ മുനിസിപ്പാലിറ്റിയിലെ ഒരു കോട്ടയാണ്. ഗ്രോട്ടോ റാഫേൽ ആധികാരികവും ഹൃദ്യവുമായ ടിസിനസ് പാചകരീതിക്ക് പേരുകേട്ട ടിസിനോയിലെ ഏറ്റവും പഴയതും പരമ്പരാഗതമായ ഗ്രോട്ടോകളിലൊന്നാണ്. ചെറുകിട ഫാമുകളുടെ ആസ്ഥാനമാണ് സ്വിറ്റ്സർലൻഡിലെ ടിസിനോ. കന്നുകാലി കർഷകർ, മാർക്കറ്റ് തോട്ടക്കാർ, വൈൻ ഗ്രോവർമാർ എന്നിവരുൾപ്പെടെ കാർഷിക വൈദ്യുതത്തിന് സംഭാവന നൽകുന്നു. പിന്നെ നമ്മൾ ഈ കാണുന്ന അതൊരു കാസ്റ്റൽ ഗ്രാൻഡെ എന്ന് പറഞ്ഞ ടിസിനോ കന്റോണിലെ തലസ്ഥാനമായ സ്വിറ്റ്സർലൻഡിലെ ബെലിൻസോണ പട്ടണത്തിലെ കോട്ടകളിൽ ഏറ്റവും വലുതാണ്. അതിനോട് ചേർന്ന് തന്നെ നമ്മൾ പോണ്ടെ ഡെയ്സാൾട്ടി സ്വിറ്റ്സർലൻഡിലെ ലാബ്രട്ടോസോയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപരമായ ഒരു കല്ലുപാലം കണ്ടു. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ബ്രെങ്കാർട്ടൻ. സൂറിച്ചിൽ നിന്ന് 16 കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന സ്വിസ് കന്റോണിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ്. ആൽബർഗ് കാസിൽ സ്വിറ്റ്സർലൻഡിലെ ആർഗോ കന്റോണിലെ ആൽബർഗ് മുനിസിപ്പാലിറ്റിയിലെ ഒരു കോട്ടയാണ് ഇപ്പം നമ്മൾ കടന്നുപോയത്. ഇപ്പോൾ ഈ കാണുന്ന സൂറിച്ച് എയർപോർട്ടാണ്. സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്രീയ വിമാനത്താവളവും സ്വിസ് ഇൻ്റർനാഷണൽ എയർലൈനിൻ്റെ പ്രധാന കേന്ദ്രവുമാണിത്. നമ്മൾ ഈ കൊടികളൊക്കെ ആയിട്ട് കാണുന്ന ഈ ബിൽഡിങ്
പാലസ് ഓഫ് നേഷൻസ് എന്നറിയപ്പെടുന്ന സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ സ്ഥിതി ചെയ്യുന്ന ജനീവയിലെ ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസിൻ്റെ ഭവനമാണ്. അബ്സാൾട്ട് മൈൻസ് മ്യൂസിയമാണ് ഇപ്പം കണ്ടത്. ഈ കാണുന്ന ലാ ബാത്തിയസ് കോട്ടയാണ്. മധ്യകാല ഫ്യൂഡലിസ്റ്റ് ശൈലിയിലുള്ള ഒരു നിർമ്മാണമാണ്. ഇപ്പോൾ നമ്മൾ കണ്ട കോട്ട ഓഫ് സെയ്സ്ലോൺ. പ്രിയറി ഗിയാൻഡെ ഫൗണ്ടേഷൻ, മാർട്ടിഗ്നി കാർ മ്യൂസിയം, യൂറോപ്യൻ പ്രശസ്ത കലാകാരന്മാരുടെ ഏറ്റവും വലിയ ശില്പങ്ങൾ പ്രദർശിപ്പിക്കുന്ന പാർക്ക് എന്നിവ ഉൾപ്പെടുന്ന 1978 പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കുന്ന ഒരു സ്വകാര്യ മ്യൂസിയമാണ്. അത് നമ്മൾ ഒരു ചുമല കളർ കണ്ടത് ബേസിൽ കത്തീഡ്രലായിരുന്നു. കത്തീഡ്രലിൻ്റെ ശ്രദ്ധേയമായ ഒരു സവിശേഷത അതിൻ്റെ ചുവന്ന നിറമാണ്. ഈ ഫ്രീബർഗ് കത്തീഡ്രലാണ് ഇപ്പം നമ്മൾ കണ്ടത്. സ്വിറ്റ്സർലൻഡിലെ ഫ്രീബർഗിലുള്ള ഒരു റോമൻ കത്തോലിക്ക കത്തീഡ്രലാണ്. ഇതാണ് നമ്മൾ മുമ്പ് കണ്ട ബേസിൽ കത്തീഡ്രൽ എന്ന് പറയുന്നത്. ഫ്രീബർഗ് കത്തീഡ്രലാണ് നമ്മൾ കണ്ടത്. സ്വിറ്റ്സർലൻഡിലെ ഫ്രീബർഗിലുള്ള റോമൻ കത്തോലിക്ക കത്തീഡ്രലാണ്. ടൂർബില്ലൻ കോട്ട സ്വിറ്റ്സർലൻഡിലെ വാലസ് കണ്ടോണിലെ സിയോണിലുള്ള ഒരു കോട്ടയാണത്. ഇതാണ് ടൂർബില്ലൻ കോട്ട. സ്വിറ്റ്സർലൻഡിലെ വാലസ് കണ്ടോണിലെ സിയോണിലുള്ള ഒരു കോട്ടയാണ്. ചാപ്പൽ ബ്രിഡ്ജും ബാൽത്താസർ ഹൗസും ലൂസേൻ മരം കൊണ്ടുള്ള പാലവും കല്ലുകൊണ്ടുള്ള ഗോപുരവും 1300 ഇത് നിർമ്മിച്ചത്. ഗവർണറുടെ വീട്, സെന്റ് ഗോത്താർഡ് നാഷണൽ മ്യൂസിയം, സെന്റ് ഗോത്താർഡ് പാസ്. ഈ കാണുന്നതാണ് നമ്മുടെ മാറ്റർഹോൺ പർവ്വതം എന്ന് പറയുന്നത്. ലോകപ്രശസ്ത ഹെയ്ഡി കഥകളുടെ യഥാർത്ഥ രംഗമായ മായൻഫെഡിലെ ഹെയ്ഡി ഗ്രാമമാണ്. ജനീവയിലെ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിന്റെ ആസ്ഥാനമാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. സർഗൻസ് കോട്ട 12-ാം നൂറ്റാണ്ടിലെ സർഗൻസ് പ്രഭുക്കളാണ് ഈ മനോഹരമായ കോട്ട നിർമ്മിച്ചത്.
ആൻഡർമാറ്റിലെ ജംസ്റ്റോക്ക് കേബിൾ കാറാണ് ഈ പുറപ്പെടുന്നതാണ്. ഇതാണ് കേബിൾ കാർ മുകളിലോട്ട്, ഈ മലയുടെ മുകളിലോട്ട് കയറി പോകുന്നത്. ജനറൽ സുവറോവ് സ്മാരകം, സെന്റ് ഗോത്താർഡ് പാസ്, ഡെവിൾസ് ബ്രിഡ്ജ് യുദ്ധത്തിൻ്റെ സ്മാരകം. സ്റ്റോക്ക് അൽപ്പൽ കോട്ട, ബ്രിഗിലുള്ള സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും വലിയ കോട്ടയാണിത്. ആൽപ്സ് പർവ്വതനിരകൾ മുറിച്ചു കിടക്കുമ്പോൾ റഷ്യൻ ജനറൽ സുവോറോവ് താമസിച്ചിരുന്ന വീടാണ്. അപ്പോൾ അതൊരു അദ്ദേഹത്തിൻ്റെ ചരിത്രം വിവരിക്കുന്ന ഒരു മ്യൂസിയമാക്കി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. സാസ്ഫി പള്ളി സമുദ്രനിരപ്പിൽ ഏകദേശം 1800 മീറ്റർ ഉയരത്തിൽ മിഷബെൽസ് മാസിഫിൻ്റെ അടിവാരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. നമ്മൾ കേബിൾ കാർ മൂവ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് ടിറ്റ്ലിസ് റോട്ടേർ ഏഞ്ചൽബർഗിലെ ലോകത്തിലെ ആദ്യത്തെ കറങ്ങുന്ന കേബിൾ കാറാണ്. 360 ഡിഗ്രി അത് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് ടിറ്റ്ലിസിലെ സ്റ്റാൻഡിനും ടിറ്റ്ലിസിലും പിന്നെ ഇടയിലാണ് ഈ റോട്ടർ വഴിയുള്ള യാത്ര. അവിടെ 3 സ്റ്റേജ് കേബിൾ കാറാണുള്ളത്. ഇത് 3rd സ്റ്റേജിലെ കേബിൾ കാറാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. മനോഹരമായ വർണ്ണോഫമായ വീടുകളുള്ള പ്രധാന തെരുവ് ഒരു സവിശേഷതയാണ്. ഇത് അപ്പൻസെല്ലിൻ്റെ നടുവിലുള്ള ഈ തെരുവുകളിലുള്ള ഒരു നടത്തം എല്ലായ്പ്പോഴും വളരെ മൂല്യവത്താണ്. ഗ്രാൻഡ്സൺ കോട്ടയാണ്. ഊഫ്ലൻസ് കോട്ടയാണ്. ആയിരത്തി 1993 ജൂണിൽ ഉദ്ഘാടനം ചെയ്ത ലൊസാനിലെ ഒളിമ്പിക് മ്യൂസിയമാണ്. ഇത് ഹാൾവെൽ കോട്ടയാണ്. സ്വിറ്റ്സർലൻഡിലെ വാർഡ് കന്റോണിലെ ലോസാൻ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദേവാലയമാണ് ഈ കാണുന്നത്. കത്തീഡ്രൽ ഓഫ് നോർട്ടർഡാം ഓഫ് ലൊസാനെ. ഇത് ഇവാഞ്ചലിക്കൽ റിഫോംഡ് ചർച്ച് ഓഫ് ദി ക്യാൻറ്റൺ ഓഫ് ഓഡിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ്. സ്വിസ് മിനിയേച്ചറിലെ കാഴ്ചകൾ നിങ്ങൾ ആസ്വദിച്ചെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.